വിഘ്നങ്ങളെല്ലാമേ തീർത്തരുളിയിടുന്ന വിഘ്നേശ്വര ഞങ്ങൾ കൈ തൊഴുന്നേ. വിഘ്നങ്ങളെല്ലാമേ തീർത്തരുളിയിടുന്ന വിഘ്നേശ്വര ഞങ്ങൾ കൈ തൊഴുന്നേ. ഗണങ്ങൾക്കു നാഥനാം ഗണപതിയെ ഞങ്ങൾ ആദരവോടെ നമിച്ചിടുന്നേ. ആദരവോടെ നമിച്ചിടുന്നേ. വിഘ്നങ്ങളെല്ലാമേ തീർത്തരുളിയിടുന്ന വിഘ്നേശ്വര ഞങ്ങൾ കൈ തൊഴുന്നേ. മാതാവിൻ കൽപ്പന മാറോട് ചേർക്കയാൽ പിതൃകോപത്തിൽ ശിരസുപരി. മാതാവിൻ കൽപ്പന മാറോട് ചേർക്കയാൽ പിതൃകോപത്തിൽ ശിരസുപരി. കോപം തണുത്തപ്പോൾ പകരമായി ദേവൻ ആനത്തല വെച്ചു നൽകിപ്പോരും. ആനത്തല വെച്ചു നൽകിപ്പോരും. വിനായക വിഘ്നരാജ ഗണാധിപ ലംബോധര ഏകദന്ത വിഭോ വിഘ്നങ്ങളെല്ലാമേ തീർത്തരുളിയിടുന്ന വിഘ്നേശ്വര ഞങ്ങൾ കൈ തൊഴുന്നേ. വിഘ്നേശ്വര ഞങ്ങൾ കൈ തൊഴുന്നേ. ദേവി സന്തതമെന്നുടെ നർത്തനവേദി സങ്കടഹാരിണി തുണയരുളൂ. ദ്രുതമായി ചുവടുകൾ വയ്ക്കുമ്പോഴും ഒപ്പം പദമതു പാടുമ്പോഴും പിഴവുകളൊക്കെയകറ്റിടാൻ പൊരുൾ തെളിയാൻ വരമതു മരുളേണം. വെൺതാമര മലർ തന്നിൽ മേവും വിദ്യാരൂപിണി വാഗ്ദേവി സന്തതമെന്നുടെ നർത്തനവേദി സങ്കടഹാരിണി തുണയരുളൂ. സങ്കടഹാരിണി തുണയരുളൂ. സങ്കടഹാരിണി തുണയരുളൂ. ശംഖചക്രാദധാരി പരാശക്തി ഒരു നാളിൽ മഹാവിഷ്ണു സവിധത്തിൽ അരുളി ചെയ്തു. വിഷ്ണു തൻ്റെ നാഭിയിൽ നിന്നൊരു മൂർത്തി ജനിച്ചിടും. രജോഗുണനാഥനാവും ബ്രഹ്മദേവൻ താൻ. ബ്രഹ്മദേവ പ്രഭാവത്താൽ പിറന്നിടും രുദ്രദേവൻ സംഹാരത്തിനുടയാളായി മാറിടുമല്ലോ. ബ്രഹ്മവിഷ്ണു മഹേശ്വര സംയോഗത്താൽ പ്രപഞ്ചത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ തുടർന്നു പോരും. ഖരനെന്നോരസുരന്റെ ശൈവഭക്തി കണ്ടറിഞ്ഞ ചിദംബരനാഥൻ നൽകി
ശിവലിംഗങ്ങൾ. ഇടം വലം കരത്തിലുമൊന്നുവായാൽ കടിച്ചിട്ടും വായുമാർഗം യാത്രയായി അസുരരാജൻ. വലം കരം തളർന്നപ്പോഴൊന്നിറക്കി വയ്ക്കുവാനായി മഹാദേവരരുളിയ തിരുവൈക്കവും. ഇടം കരമിറക്കിയോരേറ്റുമാനോർ പുണ്യഭൂവും കടിച്ചിരുത്തിയ കടുത്തുരുത്തിയിലും. വ്യാഘ്രപാദ മഹർഷിയാൽ പൂജ ചെയ്ത മഹാക്ഷേത്രം പെരുമയോടിന്നും വൈക്കത്തുയർന്നു നിൽപ്പൂ. മഹാദേവ മഹാത്മ്യത്തിലാകൃഷ്ടനാം ഭൃഗുരാമൻ വൈക്കത്തെത്തി മഹാക്ഷേത്രം പണിയിപ്പിച്ചു. വൃശ്ചികത്തിൽ കൃഷ്ണപക്ഷം പാർവതിയോടൊപ്പം ദേവൻ 7:30 വേഴുപ്പാൻ കാലം ദർശനം നൽകി. പാർവതി സമേതനായി ദർശനം നൽകിയ ദിനം ഇന്നും വൈക്കത്തഷ്ടമിയായി ആചരിക്കുന്നു. ബ്രഹ്മഹത്യാ പാപം തീർക്കാൻ കപാലവും കൈയിലേന്തി 12 കൊല്ലം ശൂലി ഭിക്ഷാം ദേഹിയായി. പാപമുക്തി നേടി ദേവൻ വൈക്കത്തിൻ്റെ ശ്രീകോവിലിൽ അന്നദാന പ്രഭുവായി വാണരുളുന്നു. കാളകൂട പാനത്തിനാൽ നീലകണ്ഠനായ ദേവൻ മുണ്ടമാല പുലിത്തോലും ഉഗ്രസർപ്പവും. ശിരസിലായി ഗംഗാദേവി ചന്ദ്രകല ത്രിശൂലവും നടക്കൽ നിന്നിതാ കൂപ്പി വണങ്ങിടുന്നു. മഹാദേവി മഹാമായി മഹാദേവ കൈതൊഴുന്നേ സദാശിവ മനോഹര വണങ്ങിടുന്നേ. മഹാദേവി മഹാമായി മഹാദേവ കൈതൊഴുന്നേ സദാശിവ മനോഹര വണങ്ങിടുന്നേ. സദാശിവ മനോഹര വണങ്ങിടുന്നേ. സദാശിവ മനോഹര വണങ്ങിടുന്നേ. ദേവിയുടെ വാഗ്ദാനങ്ങൾ വിഫലമാകുന്നെന്നോ താരകനെ നിഗ്രഹിക്കാൻ ആരുമില്ലാതായോ. നാരദനോടിന്ദ്രദേവനുള്ളിലുള്ള ശങ്ക തീൻകിനിയും വാക്കുകളിൽ സൗമ്യമായി ചൊല്ലി. അചഞ്ചലയാം കാളിയുടെ തപസറിഞ്ഞ മഹർഷി മേലിനി പാർവതി എന്നറിയ വരം നൽകി. കാളിയുടെ തപസ്സു കണ്ടിട്ടുള്ളിൽ മോഹം തോന്നാൻ വേണ്ടതെല്ലാം ശിവനു ചെയ്യാൻ ഇന്ദ്രനോടു ചൊല്ലി. കാമദേവൻ മനസ്സു വെച്ചു ശിവന്റെ ഉള്ളം മാറ്റി. ബ്രഹ്മചര്യം തുടച്ചു നീക്കി ചപല ചിന്തയുണർത്തി.
പരമശിവൻ മിഴി തുറന്നു പുഷ്പശരം കണ്ടു. ജ്വലിച്ച കണ്ണിൽ പെട്ടു കാമൻ ഭസ്മമായി തീർന്നു. നാടു ചുറ്റി സഞ്ചരിച്ച പരമശിവൻ ഒരു നാൾ കൈലാസത്തിൽ അതിഥിയായി ഹിമവാനൊപ്പം തങ്ങി. പുഷ്പശയ്യ പോലും സഹിയാത്ത പുത്രി ഇന്ന് കല്ലും മുള്ളുമുള്ള കാട്ടിൽ സംവത്സരം ഭജിപ്പൂ. കാട്ടിൽ തപം ചെയ്തിടുന്ന കാളിയുടെ മുന്നിൽ തേജസ്വിയാം ബാലനായി പരമശിവനെത്തി. മുണ്ടമാല വൽക്കലവുമൊക്കെയാണു വേഷം. അംഗങ്ങളിൽ ഉഗ്രവിഷ സർപ്പങ്ങളും വേറെ. നിന്ദ്യമായ വാക്കു കേട്ട സാത്വിയായ കാളി കർണം രണ്ടും ചേർത്തടച്ചു ക്രുദ്ധയായി നോക്കി. അചഞ്ചലമാം ഭക്തി കണ്ട പരമശിവനപ്പോൾ പാർവതിയെ കരം ഗ്രഹിച്ചു പത്നിയായി കൂട്ടി. തൃപ്തരായ ദേവഗണം പുഷ്പവൃഷ്ടിയാലേ ആശംസകൾ നേർന്നുകൊണ്ട പരിണയത്തെ വാഴ്ത്തി. നെടുമാംഗല്യത്തിനു മംഗല്യമാരും സൽക്കാന്തലബ്ധിക്കായി കന്യകളും ധനുമാസരാവിലെ ആതിരയ്ക്കായി നിഷ്ഠയോടെ വരും കാത്തിരിപ്പു. നിഷ്ഠയോടെ വരും കാത്തിരിപ്പു. പരമശിവൻ തന്റെ ജന്മദിനം എങ്കേമമാക്കുവാൻ അങ്കനമാർ ഉണ്ണാതുറങ്ങാതെ മുറുക്കിച്ചു വൽപ്പിച്ചു. ആതിരപ്പാട്ടുകൾ പാടിക്കൊണ്ടും ആതിരപ്പാട്ടുകൾ പാടിക്കൊണ്ടും പാതിര പൂച്ചൂടി തുടിച്ചു കുളിക്കുവാൻ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിടുവാൻ ഈറനഴിച്ചിട്ടു ദീപമെടുത്തിട്ടു വായ്ക്കുരവയ്ക്കൊപ്പമെട്ടങ്ങാടി. വായ്ക്കുരവയ്ക്കൊപ്പമെട്ടങ്ങാടി. പാർവതി ദേവി നെടുമാംഗല്യത്തിനായി അങ്കനമാരുടെ തിരുവുത്സവം സർവൈശ്വര്യങ്ങൾക്കും ലോകപ്രീതിക്കുമായി ധനുമാസരാവിനെ വാഴ്ത്തിപ്പാടാം. ഈ ആതിരരാവിനെ വാഴ്ത്തിപ്പാടാം. ദുർവാസാവ് മുനിയുടെ ശാപത്തിനാൽ ദേവഗണം ജരാനര ബാധിച്ചാകെ അവശരായി. പരിഹാരം കാണാനായി പാൽക്കടൽ കടഞ്ഞിടുവാൻ മന്ദരഥൻ പർവ്വതത്തെ കടക്കോലാക്കി. കടയുവാൻ തയ്യാറായി വാസുകിനാഥത്തെ തന്നെ അസുരസുരന്മാരവർ ചുറ്റി വരഞ്ഞു. മഥനം മുറുകിയപ്പോൾ വാസുഗീതൻ വായിൽ നിന്നും കരാളമാം കാളകൂടം പുറത്തു ചാടി. വിഷക്കാറ്റു ശ്വസിച്ചിട്ട ദേവാസുരന്മാരൊക്കെയും സ്വന്തം ജീവൻ കയ്യിലേന്തി പരക്കം പാഞ്ഞു. ലോകനാശം മുന്നിൽ കണ്ട പരമശിവനന്നേരം കാളകൂടം മുഴുവനായി വിഴുങ്ങിയല്ലോ. ഭയവിഹ്വലയാം ദേവി ശ്രീ പാർവതിയുടൻ തന്നെ കാന്തനുടെ ഗളത്തിലായി പിടിമുറുക്കി. കാളകൂടം തൂവിപ്പോവാതിരിപ്പാനായി മഹാവിഷ്ണു വായ പൊത്തി കരുത്തോടെ കാവലും നിന്നു. ഗതിമുട്ടി കാളകൂടം നീല നിറമായി ഗളത്തിൽ പരമശിവനെ നീലകണ്ഠനുമാക്കി. പരമശിവനെ നീലകണ്ഠനുമാക്കി. പരമശിവനെ നീലകണ്ഠനുമാക്കി.
കാളിന്തി തീരം തേടി ഗോക്കളെ മേച്ചിടുന്ന കണ്ണ കാർമുകിൽ വർണ്ണ കത്തെടുത്തത് വെണ്ണയല്ല കരളല്ലേ കണ്ണ എന്റെ കരളല്ലേ കണ്ണ വെണ്ണക്കുടം വെള്ളിയിറക്കി വെള്ളിക്കവി ഉള്ളിയിറക്കി കള്ളക്കണ്ണ നിന്റെ ചുണ്ടിൽ വെണ്ണത്തിടം വെള്ളടപ്രാവ് വന്നു മണിയറ മുട്ടും നേരം പ്രണയത്തിൻ ചെമ്പാവരി വീതറുകില്ലേ വെള്ളടപ്രാവ് വന്നു മണിയറ മുട്ടും നേരം പ്രണയത്തിൻ ചെമ്പാവരി വീതറുകില്ലേ കട്ടെടുത്തത് വെണ്ണയല്ല കരളല്ലേ കണ്ണ എന്റെ കരളല്ലേ കണ്ണ കണ്ണു രണ്ടും മെല്ലെയിറുക്കി കൺപിനെ ഉള്ളിലെഴുതി കള്ളക്കണ്ണ കണ്ടോ എന്റെ പുഞ്ചപ്പൂ പാടം ചലഭപ്പൂവ് വന്നു വാർമുടി മുട്ടും നേരം ഹൃദയത്തിൻ പുല്ലാങ്കുഴൽ നീട്ടുകില്ലേ ശലഭപ്പൂവ് വന്നു വാർമുടി മുട്ടും നേരം ഹൃദയത്തിൻ പുല്ലാങ്കുഴൽ നീട്ടുകില്ലേ കട്ടെടുത്തത് വെണ്ണയല്ല കരളല്ലേ കണ്ണ എന്റെ കരളല്ലേ കണ്ണ കവർന്നെടുത്തത് വെണ്ണയല്ലേ കരളിനുള്ളിലെ വെണ്ണ എന്റെ കരളിനുള്ളിലെ വെണ്ണ ഓടക്കുഴലോതി കാളിന്തി തീരം തേടി ഗോക്കളെ മേച്ചിടുന്ന കണ്ണ ആർമുകിൽ വർണ്ണ ഓടക്കുഴലോതി കാളിന്തി തീരം തേടി ഗോക്കളെ മേച്ചിടുന്ന കണ്ണ ആർമുകിൽ വർണ്ണ കട്ടെടുത്തത് വെണ്ണയല്ല കരളല്ലേ കണ്ണ എന്റെ കരളല്ലേ കണ്ണ ചെമ്പട്ടുടുത്തവളേ ദേവി ചെമ്മിഴിയായവളേ ചന്തത്തിൽ മേനിയാകെ സിന്ദൂരം പൂശിയോളേ ചിത്രച്ചിലമ്പണിഞ്ഞ രുദ്രമഭാവമോടെ നർത്തനമാടുന്നോളേ ഭദ്രകാളി നമസ്തേ ചെമ്പട്ടുടുത്തവളേ ദേവി ചെമ്മിഴിയായവളേ ചന്തത്തിൽ മേനിയാകെ സിന്ദൂരം പൂശിയോളേ ദാരികനെ വധിക്കാൻ ഘോരരൂപിയായി തീർന്നവളേ ചെന്നിനം മേനിയാകെ വാരിയണിഞ്ഞവളേ ദുർഗയായി വാണിയായി ഭദ്രയായി ലക്ഷ്മിയായി 108 കാവുകളിൽ വാഴും അമ്മ മഹാമായ നീ ചെമ്പട്ടുടുത്തവളേ ദേവി ചെമ്മിഴിയായവളേ ചന്തത്തിൽ മേനിയാകെ സിന്ദൂരം പൂശിയോളേ താമസഭാവത്തിലും രാജസഭാവത്തിലും സാത്വിക ഭാവത്തിലും വാഴും ദേവിയെ കൈതൊഴുന്നേൻ കൊല്ലൂരിൽ വാഴുന്നതും കൊടുങ്ങല്ലൂരിൽ വാഴുന്നതും കുമാരനല്ലൂരിൽ വാഴുന്നതും നല്ല മണിയല്ലയോ നല്ല മണിയല്ലയോ ആദിപരാശക്തി നീ ദുർഗെ ഭുവനേശ്വരി ചണ്ഡികെ ശ്രീവരാഹി സപ്തമാതാക്കളും നീ
ആദികൾ നീക്കിടുവാൻ എന്നും വ്യാധികൾ പോക്കിടുവാൻ താണുവണങ്ങിടുന്നേൻ അമ്മയാം ദേവിമായേ, താണുവണങ്ങിടുന്നേൻ അമ്മയാം ദേവിമായേ. വിഘ്നമൊക്കെ മാറ്റിടുന്ന വിനായകായ മംഗളം, വിമലമായ വാക്കു നൽകും വാണി ദേവി മംഗളം, പാർവതി സമേതനായ ശങ്കരായ മംഗളം, ശങ്കയെല്ലാം മാറ്റിടുന്ന ഗണേശായ മംഗളം, ദേവകൾക്കും ദേവനായ ദേവദേവ മംഗളം, പാർവതി സമേതനായ പാർവതീശ മംഗളം, ദേവകൾക്കും ദേവനായ ദേവദേവ മംഗളം, പാർവതി സമേതനായ പാർവതീശ മംഗളം. വിഘ്നങ്ങളെല്ലാം ഓം നമഃശിവായ. എറണാകുളത്തപ്പൻ്റെ തിരുസന്നിധിയിൽ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന 11 ടീമുകൾ അടങ്ങിയ തിരുവാതിര കളി ഉത്സവം ഇവിടെ സമാപിക്കുകയാണ്. ഒന്നിനൊന്നും മികച്ച 11 തിരുവാതിര കളി സംഘങ്ങളാണ് ഇവിടെ തിരുവാതിര കളി അവതരിപ്പിച്ചത്. ഏറ്റവും അവസാനത്തെ തിരുവാതിര കളി സമർപ്പിച്ചത് ചോറ്റായിരിക്കരയിൽ നിന്നും ദേവിയുടെ ആ മണ്ണിൽ നിന്നും വന്ന തിരുവാതിര സമാജം, ദേവി തിരുവാതിര സമാജത്തിലെ അംഗങ്ങളാണ്. എല്ലാവർക്കും ഭഗവാന്റെ എറണാകുളത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് എളിയ ഒരു ഉപഹാരം സമർപ്പിക്കുന്നതിനും ദേവിയുടെ പ്രസാദം നൽകുന്നതിനും ഉഷാറാണി ടീച്ചറെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ശ്രീമതി ഉഷാറാണി മാലതി ടീച്ചറുടെ മകളാണ്. അതായത് ഇന്ന് ഇന്ത്യ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും ലോകം മുഴുവനും അറിയപ്പെടുന്ന പ്രശസ്ത തിരുവാതിര അധ്യാപികയും തിരുവാതിര കലാകാരിയുമായിരുന്നു ശ്രീമതി മാലതി ടീച്ചർ. മാലതി ടീച്ചറുടെ മകളാണ് ശ്രീമതി ഉഷാറാണി. ഉപാസന സ്കൂൾ ഓഫ് ഡാൻസ് എന്ന പേരിൽ രവിപുരത്ത് ഒരു നൃത്തവിദ്യാലയം നടത്തി വരുന്നു. ടീച്ചറോട് ഇവർക്കുള്ള ഉപഹാരം സമർപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഭക്തജനങ്ങളെല്ലാവരും പ്രസാദം കഴിച്ചിട്ടേ പോകാവുള്ളൂ. നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറിയുടെ ആ കൗണ്ടറിൽ അവിടെ പ്രസാദം എല്ലാവർക്കും ലഭ്യമാണ്. എല്ലാവരും പ്രസാദം കഴിച്ചിട്ടേ മടങ്ങാവൂ എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഭക്തജനങ്ങളെ, എറണാകുളത്തപ്പൻ്റെ തിരുവുത്സവം 21